ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ദേവസ്വം ബോർഡ് LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ ആനി എർണോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 9. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഓപ്ഷൻ ഡി സുകുമാർ സെൻ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ഓഗസ്റ്റ് 29. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് വൊളോഡിമർ സെലൻസ്കി? ഓപ്ഷൻ എ ഉക്രൈൻ. ലോകസഭയിലെ ആദ്യ സ്പീക്കർ? ഓപ്ഷൻ ബി GV മാവലങ്കർ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 8. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? KR സ്റ്റാർമർ. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KR സ്റ്റാർമർ ആണ്. UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി? ഓപ്ഷൻ എ 5 വർഷം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ഓപ്ഷൻ സി ജനീവ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 1961. ഇന്ത്യൻ ഭരണഘടനയിലെ അനുവദിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി 6. ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ച് തുടങ്ങാനുള്ള പ്രായം എത്ര? ഓപ്ഷൻ ബി 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി സുകന്യ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്? ഓപ്ഷൻ എ പെൺകുട്ടികൾ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ ഡി 2013. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി? ഓപ്ഷൻ ബി വിമുക്തി. സംസ്ഥാന സർക്കാരിൻ്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്കു വേണ്ടി ആരംഭിച്ചതാണ്? ഓപ്ഷൻ സി ട്രാൻസ്ജെൻഡർ. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി തമിഴ്നാട്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ? ഓപ്ഷൻ ബി P സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏത്? ഓപ്ഷൻ ബി ഡിസ്കവറി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ഡി ആര്യഭട്ട. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ സി 7. കേരളത്തിൽ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ കൊച്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി നിലമ്പൂർ. ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2000. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1858. കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 1956 നവംബർ 1. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ? ഓപ്ഷൻ ബി K കേളപ്പൻ. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി ഏപ്രിൽ 24. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഓപ്ഷൻ ബി 21 വയസ്സ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ തൃശ്ശൂർ. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? ഓപ്ഷൻ ബി 10 വർഷം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ സി ഗംഗ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി? ഓപ്ഷൻ എ ബച്ചേന്ദ്രി പാൽ. ലോക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെ? ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? ഓപ്ഷൻ സി 21%. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ ഹെൻറി ഡുനന്റ്.
ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ സി മാനില. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ജൂലൈ 11. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ്? ഓപ്ഷൻ സി എം.എൻ. ഗോവിന്ദൻ നായർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ സി അയ്യങ്കാളി. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ മാർക്ക് സുക്കർബർഗ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. മിസോറാമിൻ്റെ തലസ്ഥാനം? ഓപ്ഷൻ ബി ഐസ്വാൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? ഓപ്ഷൻ സി 356 വകുപ്പ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 6 വർഷം. പ്രവാസം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ ബി എം മുകുന്ദൻ. ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏത്? ഓപ്ഷൻ സി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? ഓപ്ഷൻ എ 1970. ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം? ഓപ്ഷൻ ബി 1945. പ്രസന്റ് ഡയറിയുടെ കർത്താവാര്? ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ എ ജഗദീപ് ധൻഖർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏതു വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ഓപ്ഷൻ ഡി തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാര്? ഓപ്ഷൻ ബി ഗവർണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ? ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? ഓപ്ഷൻ ഡി 12. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ നാം ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അയർലൻഡ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ സി രാകേഷ് ശർമ്മ. നദികളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ പോട്ടാമോളജി. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം? ഓപ്ഷൻ ഡി ആർട്ടിക് സമുദ്രം. സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി രാഷ്ട്രപതി. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്ത രൂപമാണ് ബിഹു? ഓപ്ഷൻ ബി ആസാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഓപ്ഷൻ സി ഇടുക്കി. പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യ രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. 2024 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ ഫ്രാൻസ്. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ദാദാസാഹിബ് ഫാൽക്കെ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഓപ്ഷൻ ഡി സേതു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അത് ഓർത്തു വയ്ക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ ബംഗളൂരു. കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല? ഓപ്ഷൻ സി മലപ്പുറം. അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം? ഓപ്ഷൻ എ നവംബർ 30. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 20. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഓപ്ഷൻ എ M.N. റോയി. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി അയ്യങ്കാളി. ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഓപ്ഷൻ ബി ഉറൂബ്. കയ്യൂർ സമരം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1941. നവമഞ്ജരി എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ സി A.K. ഗോപാലൻ. ഫിസിക്സിൽ നോബൽ
പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി CV രാമൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീൽ ഡിലീറ്റഡ് ആണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഭാഗം ഏത്? ഓപ്ഷൻ സി മോണിറ്റർ. ഏത് വർഷമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ 1975. ഇന്ത്യയിൽ ലോകസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഓപ്ഷൻ ബി 25. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ഓപ്ഷൻ ഡി ജനീവ. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ സത്യഭാമ ദാസ് ബിജു. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഫുട്ബോള്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടയിടി ഒഴിവാക്കി അപകടങ്ങൾ കുറയ്ക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ കവച്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി മാനില. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഓപ്ഷൻ ഡി 1951. ഏതു രാജ്യത്തെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഡയറ്റ്? ഓപ്ഷൻ ബി ജപ്പാൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഓപ്ഷൻ സി CP രാമസ്വാമി അയ്യർ. മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ഓപ്ഷൻ എ KG ബാലകൃഷ്ണൻ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 2005. ലോക മനുഷ്യാവകാശ ദിനം? ഓപ്ഷൻ എ ഡിസംബർ 10. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി പ്രൊഫസർ R മിശ്ര. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ഭോപ്പാൽ. ആധുനിക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ? ഓപ്ഷൻ സി റോബർട്ട് ഓവൻ. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ഡി VN വാസവൻ. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം? ഓപ്ഷൻ എ 1949. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ബി പെരിയാർ. 1936 കേരള ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. വേരുകൾ പടരുന്ന വഴികൾ എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ എ C രാധാകൃഷ്ണൻ. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ജനിച്ച രാജ്യം? ഓപ്ഷൻ ബി പോർച്ചുഗൽ. 2023 ആസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ചാമ്പ്യൻ? ഓപ്ഷൻ ഡി നൊവാക് ജോക്കോവിക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ചാമ്പ്യൻ യാനിക് സിന്നറാണ്. അത് ഓർത്തു വയ്ക്കുക. 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക അവാർഡ് നേടിയത്? ഓപ്ഷൻ സി നേക S. രേവതി പട്ടദാനം നടന്നിരുന്ന ക്ഷേത്രം? ഓപ്ഷൻ എ കോഴിക്കോട് തളി ക്ഷേത്രം. ഏത് ഭരണഘടനാ അനുച്ഛേദപ്രകാരമാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? ഓപ്ഷൻ ബി 108. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി? ഓപ്ഷൻ സി JB കൃപലാനി. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം 19 അവകാശങ്ങൾ സ്വമേധയാ ഇല്ലാതാവുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദപ്രകാരമാണ്? ഓപ്ഷൻ സി 358. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപതി മുർമുവിനെതിരെ മത്സരിച്ചത്? ഓപ്ഷൻ എ യശ്വന്ത് സിൻഹ. ഭൗമ ഉച്ചകോടി നടന്ന റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഓപ്ഷൻ സി ബ്രസീൽ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അലങ്കരിക്കാതിരുന്ന വ്യക്തി? ഓപ്ഷൻ എ P സതീദേവി. നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി മേധ പട്കർ. മഹാരാഷ്ട്രയെ കൂടാതെ ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഗോവ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ഡി 1959 ഒക്ടോബർ 2. അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരത്തിൻ്റെ ഭാഗമായിരുന്നു? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത്? ഓപ്ഷൻ ബി ബിമൽ ഹസ്മുഖ് പട്ടേൽ. ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇല്ലാതായ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ സി 104 ഭരണഘടനാ ഭേദഗതി. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത്? ഓപ്ഷൻ ഡി പാബ്ലോ പിക്കാസോ. ബ്രട്ടൺ വുഡ് സഹോദരിമാർ എന്നറിയപ്പെടുന്നതിൽ ഒന്ന് അന്താരാഷ്ട്ര നാണയനിധിയാണ്, രണ്ടാമത് ഏത്? ഓപ്ഷൻ സി ലോകബാങ്ക്. സോഷ്യൽ നെറ്റ്വർക്ക് സർവീസുകൾ അല്ലാത്തത്? ഓപ്ഷൻ ബി ജാവ.
തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമാക്കി 1971 ആഗോള ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ സി റാംസാർ. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്? ഓപ്ഷൻ എ 2015 ജാനുവരി 1. 2023 ബ്രിട്ടനിൽ കിരീടധാരണം നടന്ന രാജാവ്? ഓപ്ഷൻ സി ചാൾസ് മൂന്നാമൻ. അഭിനവ കേരളം മാസിക തുടങ്ങിയത്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൽ കുടുംബശ്രീ നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1998 മെയ് 17. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനം? ഓപ്ഷൻ സി സ്വരാജ് ട്രോഫി. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. റെയ്മോണ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി ആസാം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ 2022 CBI നടത്തിയ പരിശോധനയുടെ രഹസ്യനാമം? ഓപ്ഷൻ സി ഓപ്പറേഷൻ മേഘചക്ര. ചട്ടമ്പിസ്വാമികളുമായി ബന്ധമില്ലാത്ത കൃതി? ഓപ്ഷൻ ഡി ആത്മാനുതാപം. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ കുട്ടികൾക്ക് പഠനസഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതി? ഓപ്ഷൻ എ സ്നേഹപൂർവം. ആഫ്രിക്കൻ വൻകരയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നത്? ഓപ്ഷൻ ബി മധ്യധരണ്യാഴി. തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ മെമ്മറി യൂണിറ്റ്? ഓപ്ഷൻ സി ടെറാബൈറ്റ്. 2019 നിലവിൽ വന്ന കേരള ബാങ്ക് അഥവാ കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ്? ഓപ്ഷൻ എ ഗോപി കോട്ടമുറിക്കൽ. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ഡി അടൽ ബിഹാരി വാജ്പേയി. GST അഥവാ ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2017 ജൂലൈ 1. ലോക പുകയില വിരുദ്ധ ദിനം? ഓപ്ഷൻ ഡി മെയ് 31. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ? ഓപ്ഷൻ എ മനീഷ കല്യാൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 152. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ ബന്ധപ്പെടുന്ന സമരം? ഓപ്ഷൻ ബി വൈക്കം സത്യാഗ്രഹം. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി വാരണാസി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്? ഓപ്ഷൻ എ VT ഭടതിരിപ്പാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി അരുൾ നൂൽ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. ശനിയുടെ ഉപഗ്രഹങ്ങൾ അല്ലാത്തത്? ഓപ്ഷൻ ബി ഗ്യാനിമീഡ. ഉത്തരായന രേഖ കടന്നു പോവാത്ത ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റൻ? ഓപ്ഷൻ എ മഹേന്ദ്ര സിംഗ് ധോണി. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി കോഴിക്കോട്. മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? ഓപ്ഷൻ സി നീലഗിരി. 2021 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ധോളാവീര സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഇന്ത്യയിൽ അഗ്നിപർവ്വതത്തിന് പേരുകേട്ട ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ. പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയ നമ്പർ? ഓപ്ഷൻ എ 1515. ഐക്യരാഷ്ട്ര സംഘടനയിൽ 5 സ്ഥിരാംഗങ്ങളുള്ള ഘടകം? ഓപ്ഷൻ സി സെക്യൂരിറ്റി കൗൺസിൽ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി ആൽബർട്ട് സാബിൻ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ വകുപ്പിൻ്റെ പദ്ധതി? ഓപ്ഷൻ ഡി വയോമധുരം. വല്ലി എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ എ ഷീല ടോമി. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST പ്രാബല്യത്തിൽ വന്ന വർഷം? ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 അതോർത്ത് വയ്ക്കുക. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് സൗജന്യ നിയമസഹായം പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ 39A. 1916 ഈസ്റ്റർ കലാപം നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി അയർലൻഡ്.
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളം നോവൽ? ഓപ്ഷൻ സി ചെമ്മീൻ. രവികീർത്തി എന്ന കവി ആരുടെ സദസ്യനായിരുന്നു? ഓപ്ഷൻ ഡി സമുദ്രഗുപ്തൻ. 2024 യൂറോ കപ്പ് നടക്കുന്ന രാജ്യം? ഓപ്ഷൻ ബി ജർമ്മനി. 1937 മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ച നേതാവാര്? ഓപ്ഷൻ ബി AK ഗോപാലൻ. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ലീഗൽ ടെൻഡറാക്കിയ ലോകത്തെ ആദ്യ രാജ്യം? ഓപ്ഷൻ ഡി എൽ സാൽവദോർ. എട്ടരയോഗം ഏതു പ്രധാന ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതലയാണ് വഹിച്ചിരുന്നത്? ഓപ്ഷൻ സി പത്മനാഭസ്വാമി ക്ഷേത്രം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ 100 ദശലക്ഷം വർഷം പഴക്കമുള്ള സൗറോപോഡ് ദിനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മേഘാലയ. ബംഗാൾ ഇന്ന് ചിന്തിക്കുന്നതാകും നാളെ ഇന്ത്യ ചിന്തിക്കുന്നത്. ആരുടെ വാക്കുകൾ? ഓപ്ഷൻ ഡി ഗോഖലെ. കാദിമ എന്ന രാഷ്ട്രീയ പാർട്ടി ഏത് രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്? ഓപ്ഷൻ എ ഇസ്രയേൽ. നഗര ദ്രാവിഡ വെസാര തുടങ്ങിയ രീതികൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വാസ്തുവിദ്യ. കേരളപ്പഴമ എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടർട്ട്. പ്രശസ്തമായ ലിംഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ഭുവനേശ്വർ. കാസിനി എന്ന ബഹിരാകാശ വാഹനം ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി അയച്ചതായിരുന്നു? ഓപ്ഷൻ ബി ശനി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കരടുരേഖ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ തോമസ് ജെഫേഴ്സൺ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ പദവിയിലിരിക്കെ മരണമടഞ്ഞ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ഡാഗ് ഹാമർഷോൾഡ്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് എന്ന മാഗസിൻ ആരംഭിച്ച ലോക പ്രശസ്ത വന്യജീവി സംരക്ഷകൻ? ഓപ്ഷൻ എ ജിം കോർബറ്റ്. 1910 കോപ്പൻഹേഗനിൽ നടന്ന ആദ്യ അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിൽ ലോക വനിതാ ദിനമെന്ന ആശയം മുന്നോട്ട് വെച്ച വനിത ആരാണ്? ഓപ്ഷൻ ഡി ക്ലാര സെറ്റ്സ്കിൻ. ചന്ദ്രയാൻ 2 മിഷനിലെ റോവറിൻ്റെ പേര്? ഓപ്ഷൻ സി പ്രഗ്യാൻ. 2020 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ ലൂസി ഗ്ലക്ക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം? ഓപ്ഷൻ ബി കഴുത. OBOR എന്നതിൻ്റെ വികസിത രൂപം? ഓപ്ഷൻ എ വൺ ബെൽറ്റ് വൺ റോഡ്. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഓപ്ഷൻ ബി ശ്രീകുമാർ. കേരള കലാമണ്ഡലത്തിന് ഡീംഡ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന പദവി ലഭിച്ച വർഷം? ഓപ്ഷൻ സി 2006. ദിയോദർ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്രിക്കറ്റ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. വിസാറ്റിയുടെ വികസിത രൂപം? ഓപ്ഷൻ ബി വെരി സ്മാൾ അപ്പാർച്ചർ ടെർമിനൽ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ ബി 86. എത്ര കമ്പനികളുടെ ഷെയറാണ് നിഫ്റ്റിയുടെ സൂചകമായി പരിഗണിക്കുന്നത്? ഓപ്ഷൻ സി 50. ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. പെൺകുട്ടികൾക്കായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യ വിദ്യാലയം തുടങ്ങിയ വ്യക്തി? ഓപ്ഷൻ എ സാവിത്രിബായി ഫുലെ. കൊല്ലവർഷം ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ AD 825. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ മേൽനോട്ടം നിർവഹിക്കുന്നത്? ഓപ്ഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഏത് വകുപ്പ് അനുസരിച്ചാണ്? ഓപ്ഷൻ ബി 368. കേരള മോഡൽ എന്നാൽ? ഓപ്ഷൻ ബി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. WGEEPയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി മാധവ് ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കുടുംബശ്രീ നിലവിൽ വന്നത് 1998 അത് ഓർത്ത് വയ്ക്കുക. കുടുംബശ്രീ നിലവിൽ വന്നത് 1998. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. RTGSൻ്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് രാജ്യത്തെ എത്ര പിൻ റീജിയണുകളായി തരംതിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി 9. ഓസ്കാറിൽ ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന വിഭാഗത്തിലേക്ക് ഔദ്യോഗികമായി നാമനിർദ്ദേശം ലഭിച്ച ആദ്യ മലയാള ചിത്രം? ഓപ്ഷൻ ബി ഗുരു.
സാധുജന പരിപാലന യോഗം രൂപീകരിച്ച നേതാവ്? ഓപ്ഷൻ എ മഹാത്മാ അയ്യങ്കാളി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. രാത്രിയും പകലും ഒരുപോലെ ഒരു വർഷത്തിൽ വരുന്ന ദിനങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ഡി 2. ആഫ്രിക്കൻ വൻകരയെ വിവിധ കോളനികളായി വിഭജിക്കുന്നതിലേക്ക് നയിച്ച ഉടമ്പടി? ഓപ്ഷൻ എ കോങ്കോ കോൺഫറൻസ്. 2030 ലക്ഷ്യം നേടുന്നതിലേക്കായി അന്താരാഷ്ട്ര തലത്തിൽ നടപ്പിലാക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ എത്ര എണ്ണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി 17. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കേരളത്തിൽ എത്ര ദേവസ്വം ബോർഡുകളുണ്ട്? ഓപ്ഷൻ ബി 5. പറയുന്നവയിൽ ഏത് രാജ്യമാണ് ബ്രിക്സിൽ ഉൾപ്പെടാത്ത രാജ്യം? ഓപ്ഷൻ എ ബ്രിട്ടൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചൈൽഡ് ലൈൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ ഡി 1098. 2019 ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിത എന്ന് ഫോർബ്സ് മാഗസിൻ പട്ടികയിൽ ഇടം പിടിച്ച 16 വയസ്സുകാരി? ഓപ്ഷൻ ബി ഗ്രേറ്റ തുംബർഗ്. രാജ്യത്തെ ആദ്യ ലോകപാൽ? ഓപ്ഷൻ ബി ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് താലൂക്കുകൾ ഉള്ള ജില്ല ഏത്? ഓപ്ഷൻ സി വയനാട്. 2006 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം നേടിയ ഇനം ഏത്? ഓപ്ഷൻ ഡി ചെസ്. പൊതു തിരഞ്ഞെടുപ്പിൽ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം? ഓപ്ഷൻ ഡി ചാന്ദിനി ചൗക്ക് ഡൽഹി. അഴിമതി നിരോധന ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി 2018 ജൂലൈ 26. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ വനിത ആര്? ഓപ്ഷൻ ഡി അമൃത പ്രീതം. 2021 G7 ഉച്ചകോടി ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ഓപ്ഷൻ ബി UK. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് G7 ഉച്ചകോടി 2024 നടന്നത് ഇറ്റലിയിലെ ഫാസാനോയിലാണ്. 2025 G7 ഉച്ചകോടി നടന്നത് കാനഡയിലെ കാനനാസ്കിസിലാണ്. ബ്രിക്സ് ഉച്ചകോടി 2024 നടന്നത് റഷ്യയിലെ കസാനിലാണ്. 2025 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. G20 ഉച്ചകോടി 2024 നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. G20 ഉച്ചകോടി 2025 നടന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻഡ് മാസ്റ്റർ എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി വിശ്വനാഥൻ ആനന്ദ്. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി MK ഗോപിനാഥൻ നായർ. കേരള കോപ്പറേറ്റീവ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രതിപാദിക്കുന്ന കേരള സൊസൈറ്റി ആക്ടിലെ സെക്ഷൻ ഏത്? ഓപ്ഷൻ സി സെക്ഷൻ 57B. പഞ്ചായത്ത് രാജ് സമ്പ്രദായം നിർദ്ദേശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 243. 2020 ഓഗസ്റ്റ് 1 ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 100ാം ചരമവാർഷികമായിരുന്നു? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ഏത് സ്ഥാപനമാണ് മേരി സഹേലി എന്ന പേരിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത്? ഓപ്ഷൻ സി ഇന്ത്യൻ റെയിൽവേ. കലേശ്വരം ജലസേചന പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി ഗോദാവരി. ഫുഡ് ഫെയേഴ്സ് ഏത് രാജ്യത്തെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അമേരിക്ക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ഓപ്ഷൻ ബി ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2021 അനുസരിച്ചാണ്. ഇപ്പോൾ നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. സമ്പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത്? ഓപ്ഷൻ ഡി വെള്ളനാട്. തിയറി ഓഫ് ജസ്റ്റിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻ എ ജോൺ റോൾസ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1970. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്.
1957 പഞ്ചായത്ത് രാജ് സമ്പ്രദായം നിർദ്ദേശിച്ച കമ്മിറ്റി. ഓപ്ഷൻ ബി ബൽവന്ത്രായി മേത്ത കമ്മിറ്റി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീ ഡിലീറ്റഡ് ആണ്. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവാര്? ഓപ്ഷൻ എ പിയറി ഡി കുബാർട്ടിൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ സി ദാദാബായി നവറോജി. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി പോൾ സക്കറിയ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അത് ഓർത്തു വയ്ക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ VD സവർക്കർ. മലയാള സാഹിത്യത്തിൽ ആദ്യമായി സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തി? ഓപ്ഷൻ ബി R നാരായണ പണിക്കർ. ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ സി ഇന്ത്യൻ പ്രസിഡന്റ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി 3-ാം അധ്യായം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന ഒരു വ്യക്തി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ സൂചിപ്പിച്ചത്. ആരാണ് ഈ വ്യക്തി? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ നിർമ്മിച്ച വർഷം ഏത്? ഓപ്ഷൻ ഡി 1861. വേലുത്തമ്പിദളവ കുണ്ട്രവിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ എ 1809. കോനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി തേക്കുതോട്ടം. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം ഏത്? ഓപ്ഷൻ ഡി ശിവഗിരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ചേറ്റൂർ ശങ്കരൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ ബി അമരാവതി. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? ഓപ്ഷൻ സി 12. 1992 ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബ്രസീൽ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് കൃഷി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി സംസ്ഥാന ലിസ്റ്റ്. സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ മലപ്പുറം. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെ കോഴിക്കോട് എത്തിയ വർഷം എന്നാണ്? ഓപ്ഷൻ ബി 1498. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാര ഗുരുദേവൻ. KM പണിക്കർ രചിച്ച കേരളസിംഹം എന്ന ചരിത്ര നോവൽ ഏത് വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി പഴശ്ശിരാജ. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ആരായിരുന്നു? ഓപ്ഷൻ ഡി സർവീസസ്. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ AK ഗോപാലൻ. സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ എ 2014 ഒക്ടോബർ 2. ഇന്ത്യൻ ഭരണഘടനയുടെ 42-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത് ഏതു വർഷമാണ്? ഓപ്ഷൻ സി 1976. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 61-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ അധോസഭയായ ലോകസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ സി ഓം ബിർള. കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ആസാം. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ തമിഴ്നാട്, കർണാടകം. പുതിയ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ മാതാപിതാക്കൾക്കോ വാഹനത്തിൻ്റെ ഉടമസ്ഥനോ ലഭിക്കാവുന്ന ശിക്ഷ? ഓപ്ഷൻ എ 3 വർഷം വരെ ജയിൽ ശിക്ഷ, 25,000 രൂപ പിഴ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 324 അനുസരിച്ച് നിലവിലുള്ളത് ഏത് കമ്മീഷനാണ്? ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.
അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടുന്നതിനായി ഉപയോഗിക്കുന്ന റിട്ട് ഏത്? ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ്. 1972 ജൂലൈ 5 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നടന്ന ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പാർലമെന്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 1986. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം എന്ന് പാടിയതാര്? ഓപ്ഷൻ ബി മഹാകവി കുമാരനാശാൻ. ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ ബി 2005. ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഇവിടെ കൊടുത്തിരിക്കുന്നത് 2020 അനുസരിച്ച് AK ബാലൻ എന്നാണ്. ഇപ്പോൾ നിലവിൽ കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അത് ഓർത്തു വയ്ക്കുക. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ അരുന്ധതി റോയി. ചന്ദ്രനിലോട്ടുള്ള ആദ്യ പര്യവേഷണ പദ്ധതിയായ ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ ബി 2008 ഒക്ടോബർ 22. സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം? ഓപ്ഷൻ എ സഹകരണ വീഥി. അന്തർദേശീയ സഹകരണ സഖ്യത്തിൽ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ICA 2019 സ്ഥിര അംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. 1969 കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. ലോക സാമൂഹ്യനീതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഫെബ്രുവരി 20. എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്